അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഉമ്മൻചാണ്ടി ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. അപ്പം ആ സാഹചര്യത്തിൽ കഴിഞ്ഞ കാലത്തെ സംഭവവികാസങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയായ കാര്യമല്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാത്തത്. പ്രധാനമായിട്ടും വലിയ പ്രതിഷേധമൊക്കെ ഇന്നലെ നിയമസഭയിൽ ഉയർന്നതാണ് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ. ഇപ്പോൾ ഈ അടൂർ പ്രകാശും പോറ്റിയായിട്ടുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഇടപാടിൽപ്പെട്ട മറ്റൊരാളും ആ ചിത്രത്തിലുണ്ട്. ഒരു രമേശ് ബാബു എന്ന് പറഞ്ഞ ഒരാളും ആ ചിത്രത്തിൽ. എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. പിന്നെ അദ്ദേഹം അവിടുത്തെ പാർലമെന്റ് മെമ്പർ ആകുമ്പം ആ നാട്ടിലുള്ള പലരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് അടൂർ പ്രകാശുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാംഗ്ലൂർ വെച്ചിട്ടാണ് ചിത്രം വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയുടെയാണ്. അല്ല, എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. കാരണം അവിടുത്തെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഒരു പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധം ഉണ്ടാകാം. അത് കവിഞ്ഞെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലുമല്ല. അത് പറയും 4 പേർ CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ നമ്മൾ എത്രയോ ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കും. ആരെല്ലാം നമ്മൾ വഴിയെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, ബസ്സിൽ വെച്ച്, അതോടൊപ്പം തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളിവിടെ ഫോട്ടോ എടുക്കാറില്ലേ? അപ്പൊ അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒരു മിനിറ്റ്, അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? 4 CPM-ന്റെ നേതാക്കന്മാർ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചില്ലേ, ദൈവത്തിന്റെ മുതല അടിച്ചു മാറ്റിയിട്ടാണോ ജാമ്യത്തിന് വരുന്നതെന്ന്? ദേവന്റെ മുതൽ അല്ലേ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞില്ലേ? കൊള്ളയടിച്ചെന്ന് പറഞ്ഞില്ലേ? അവരെ ആരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാതെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന CPM നിലപാട്, ഒരാളുടെ കൂടെ ഒരു ഫോട്ടോ കണ്ടതും തമ്മിൽ എങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയും? ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയതാണ്. കോടതി തന്നെ എത്ര ഗൌരവത്തോടു കൂടിയാണ് ഇതിനെ പറ്റി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സ്വർണം എവിടെ? ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൊണ്ടി മുതൽ എവിടെ? അതാണ് കണ്ടെത്തേണ്ടത്. അതെന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? 4-5 CPM നേതാക്കന്മാർ ഇപ്പം ജയിലിൽ കിടക്കുക. അവരുടെ വസ്തുക്കൾ ഇപ്പം ED മരവിപ്പിച്ചു എന്നറിയുന്നു. അപ്പൊ ഇത്രയും ഗുരുതരമായ കേസുണ്ടായിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും അവരെ സംരക്ഷിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഫോട്ടോ ആരുടെ കൂടെ വേണേലും എടുക്കാം. ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ എത്രയോ പേര് നമ്മളുടെ ഫോട്ടോ എടുക്കും. അവരൊക്കെ ഏതെങ്കിലും കേസിൽ പ്രതികളാണോ, ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ നമുക്കറിയില്ലല്ലോ. അത് രാജു എബ്രഹാം കൊടുക്കുന്നതല്ലേ ഉപകാരം? ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടത്, രാജു എബ്രഹാം CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, മുൻ MLA രാജു എബ്രഹാം ഉപകാരം കൊടുക്കുന്നു. പോറ്റിക്കല്ല, പോറ്റിയുടെ ഫാദറിന് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അതല്ല, ഞാൻ വേറൊന്നും കണ്ടില്ല. തനിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് നീക്കം ഉണ്ടാകാം എന്ന് അടൂർ പ്രകാശ് പറയുന്നത് ആരെ ഉന്നമിട്ടായിരിക്കും? അതെനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കും. ഇന്നലെ ഈ നിയമസഭയ്ക്കകത്ത് ശിവൻകുട്ടി അതായത് സ്വർണം കെട്ടത് ആരപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് CPM ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. CPM എന്ത് പ്രചരിപ്പിക്കാനാണ്? എന്ത് നാണമില്ലാതല്ലേ അവർ ഈ പ്രചരിപ്പിക്കുന്നത്? അവരുടെ 4 നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇന്നലെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ദേവന്റെ സ്വത്ത് മോഷ്ടിച്ചവരാണ് ഇവരെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ആ ആളുകൾക്ക് പേരിൽ ഒരു നടപടി എടുക്കാത്ത CPM ഞങ്ങളുടെ പേരിൽ എന്ത് ആരോപണം ഉന്നയിക്കാനാണ്? അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രി രാജിവെക്കണമെന്നും വസ്തുതാപരമായ അന്വേഷണം നടക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാനതാ പറഞ്ഞത്, സോണിയാഗാന്ധിയൊക്കെ ആരെങ്കിലും കാണാൻ പോകാറുണ്ട്. അക്കൂട്ടത്തിൽ അങ്ങനെ പോയതാകും, അല്ലാണ്ട് അവർക്ക് ഇതുവല്ലോ അറിയാവും. ആരെയും കൊണ്ട് കാണിച്ചതായിരിക്കും. അതെനിക്കറിയാം. അത് അദ്ദേഹത്തോട് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അദ്ദേഹത്തെ ഒരു പാലവും ഇല്ല. അടൂർ പ്രകാശ് അങ്ങനെ പാലമായിട്ടൊന്നും പ്രവർത്തിക്കുന്ന ആളല്ല. എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ്. അദ്ദേഹം ആകെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളിന് പരിചയം ഉണ്ടാകുന്നതുകൊണ്ട് ഫോട്ടോ എടുത്ത് കാണും. അതിനപ്പുറത്തേക്ക് ഒന്നുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. സോണിയാഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു വ്യക്തത വരുത്താൻ എന്തായിരുന്നു കൂടിക്കാഴ്ച? എന്ത് വ്യക്തത വരുത്താന്? ഒരു വ്യക്തതയുടെ ആവശ്യമില്ല. സോണിയാഗാന്ധിയെ പലരും പോയി കാണാറുണ്ട്. അങ്ങനെ 100 കണക്കിന് ആളുകൾ കാണാറുണ്ട്. അതാരാണ് ഏതാണെന്ന് അവരുടെ ജാതകം പരിശോധിച്ചിട്ടാണോ കാണുന്നത്? ഇത് വെറുതെ ആവശ്യമില്ലാതെ CPM പറയുന്ന 4 പേര്, CPM-ന്റെ 4 പേര് ജയിലിൽ കിടക്കുകയല്ലേ? അവരെ സംരക്ഷിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു എത്ര വേണേലും പറഞ്ഞിട്ടില്ല. അതിലൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ശിവൻകുട്ടി പറയുന്നത് നമ്മളെന്തിനാ മറുപടി പറയുന്നത്?
അല്ല ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഇയാളെന്താ ചോദിച്ചേ? പ്ലസ് കാറ്റഗറി സുരക്ഷ ഇപ്പം ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിക്ക് പോലും അന്ന് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ആര് പറഞ്ഞു അയാൾ കണ്ടില്ലെന്ന്? അയാളൊക്കെ കണ്ടിട്ടില്ല. പറ്റാത്തതുകൊണ്ടാണ് ഹിമന്ത പാർട്ടി ഇതൊക്കെ പിണറായി വിജയൻ പറയുന്ന ഭാഷയാണ് നിങ്ങൾ പറയുന്നത്. കരുണാകരന് സോണിയാഗാന്ധിയെ കാണാൻ കഴിയാതെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ലീഡർക്ക് ഒരിക്കലും സോണിയാഗാന്ധിയെ കാണാൻ കഴിയാ. കാണാൻ അതൊക്കെ പറ്റാതെ പോയിട്ടുണ്ട്. അതൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സാഹചര്യത്തിലാണ് ഞാൻ പറയട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന തരംതാണ പ്രചാരവേലകളാണ്. സോണിയാഗാന്ധി അറിയാവുന്നവർക്കും നാടിനും ജനങ്ങൾക്കും അറിയാം. അതൊന്നും എവരുടെ ആരുടെയും ഷീറ്റ് വേണ്ട, സർട്ടിഫിക്കറ്റും വേണ്ട. അല്ല അത് അറിയാവുന്നത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് ഇന്നത്തെ യോഗം ഇന്നിപ്പോ ഉച്ചയ്ക്ക് യോഗം നടന്നു. ഒരു ഡ്രാഫ്റ്റ് ആവുമല്ലോ. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോ യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ വിളിച്ചിരിക്കുന്നത് അത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന എല്ലാ സ്റ്റേറ്റുകളിലെയും ആളുകളെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളമാണ് ഇപ്പൊ ലാസ്റ്റ് വിളിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയം അതുപോലെ നയം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണോ? അല്ല, അതില്ല. അത് സ്ക്രീനിങ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇനി സ്ക്രീനിങ് കമ്മിറ്റി, ഇലക്ഷൻ കമ്മിറ്റി, അങ്ങനെ ധാരാളം കടമ്പകൾ ഇനിയുണ്ട്. അത് ഇന്ന് ചർച്ച ചെയ്യത്തില്ല. ഈ എംപിമാര് മത്സരിക്കും. അത്തരം കാര്യങ്ങളൊന്നും ഇന്ന് ഇലക്ഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഇത് ഇങ്ങനെ ഈ നയപരമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് എംപിമാർ എം എൽ എമാർ അതൊന്നും ഇന്നുണ്ടാകാൻ സാധ്യത ഇല്ല. അതൊക്കെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ. ഇത് ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക ഇന്നത്തെ. അല്ല, തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സാഹചര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ജനറലായ ഡിസ്കഷൻ. രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ ജനകീയ അടുത്തുള്ള നേതാക്കളാണ്, ജനങ്ങളുമായിട്ട് വളരെ കൂടുതൽ അടുപ്പമുള്ള ആളുകളാണ്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട് യുവ നേതാക്കളൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങ് പ്രതികരിച്ചു, എങ്കിൽ കൂടി ഈ സർവേക്ക് പിന്നിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് എന്നെ അറിയാവട്ടെ, 4-5 പതിറ്റാണ്ട് കാലമായിട്ട് ഞാൻ കേരളത്തിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ. ഒരു സർവേയുടെയും പിൻബലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളല്ലല്ലോ ഞാൻ തന്നെയല്ല. ഞാൻ ഈ സർവേകൾ, അതോടൊപ്പം തന്നെ പ്രീ പോൾ സർവേകൾ ഒന്നും വിശ്വസിക്കാത്ത ആളാണ്. അതൊക്കെ എങ്ങനെ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.